തിരുവചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക 121 സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഒരു വലിയ കാവലിനെ കുറിച്ച് 125 സങ്കീർത്തനം ദൈവത്തിൻ്റെ കോട്ടയെക്കുറിച്ചാണ് നമ്മൾ കണ്ടിരിക്കുന്നതെങ്കിൽ 121 സങ്കീർത്തനത്തിൽ നാം കാണുകയാണ് ആരോഹണ ഗീതം തന്നെയാണ് ഇതും. കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ. ഈ 125 സങ്കീർത്തനം വായിച്ച് കർത്താവ് ചെയ്ത ഒരു അത്ഭുതമാണ് ഞാൻ ആദ്യം ഓർക്കുക. ഒരു വ്യക്തിയുടെ കുട്ടി പള്ളിയിലൊന്നും പോകില്ല, പള്ളിയിൽ പോകാൻ പറ്റില്ല, അതിന് പള്ളിയിൽ പോകുന്നത് ഇഷ്ടമല്ല, അത് കരഞ്ഞുകൊണ്ടേയിരിക്കും എപ്പോഴും. കുഞ്ഞിനെ പള്ളിയിൽ കൊണ്ടുപോയാൽ അത് അലറി വിളിച്ച് കരയുന്ന ഒരനുഭവം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വ്യക്തി പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുമ്പോൾ 121 സങ്കീർത്തനം കുഞ്ഞിനെ എടുത്തു പിടിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുക. കർത്താവ് ശക്തമായിട്ട് ഇടപെടുമെന്ന് അവരോട് പറയാനായിട്ട് തോന്നി. അങ്ങനെ ഒരു ദിവസം ഇവർ വിളിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, പലതവണ ഇവർ പള്ളിയിൽ പോകുന്നതിനും ഈ വചനം എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കും. തിരിച്ചു വരുമ്പോഴും ഇങ്ങനെ തന്നെ സംഭവിക്കും. പ്രിയപ്പെട്ടവർ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഈ കുഞ്ഞിൽ നിന്ന് ആ ഒരവസ്ഥ മാറിയിട്ട് കുഞ്ഞ് ഭയങ്കര മിടുക്കിയായിട്ട് സംസാരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു ഉത്സാഹമുള്ളൊരു വ്യക്തിയായിട്ട് കൊച്ചു മാറുകയാണ്. ഇപ്പോൾ കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുക എന്തെങ്കിലും ഒരു കുഞ്ഞ് അസ്വസ്ഥത അല്ലെങ്കിൽ തിന്മയുടെ ശക്തി അതിനുണ്ടായിരുന്നിരിക്കണം. ആ ശക്തിയെ ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തി മുറിച്ചിട്ട് ആ കൊച്ചിന് കർത്താവ് കാവൽ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ. ഇപ്പോൾ 121 സങ്കീർത്തനത്തിൽ ഇത് ആരോഹണ വചനമാണ്. ഈ സങ്കീർത്തനം യഹൂദർ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് വായിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 121 സങ്കീർത്തനം. അതുകൊണ്ട് തന്നെ യാത്രക്കാരുടെ സങ്കീർത്തനം എന്നുകൂടി 121 സങ്കീർത്തനത്തെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുതലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ ഈ സങ്കീർത്തനത്തിൽ കാണുന്നത്. വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പായിട്ട് അവരിത് വായിക്കും. നിയമാവർത്തന പുസ്തകത്തിൽ നമ്മളത് കാണുന്നുണ്ട്. 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും. അപ്പോൾ ഇവിടെ 1-2 വചനങ്ങളിൽ ഇങ്ങനെ പറയുകയാണ്, സൃഷ്ടാവാണ് നിൻ്റെ കാവൽക്കാരൻ അല്ലെങ്കിൽ നിൻ്റെ സഹായകൻ. നിന്നെ ആരാണോ സൃഷ്ടിച്ചത് അവനാണ് നിൻ്റെ സഹായം, നിൻ്റെ ശക്തി എന്ന്. അതാണ് 1-ാമത്തെ വചനം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, പർവ്വതങ്ങൾ ശക്തിയുള്ളതും സ്ഥിരമായതും മാറ്റമില്ലാത്തതും സൈസിൽ ഒത്തിരി വലുതുമാണ്, നീണ്ടു നിൽക്കുന്നതാണ്. സൃഷ്ടികൾ എപ്പോഴും സൃഷ്ടാവിനെ പ്രതിഫലിപ്പിക്കും. കാരണം പർവ്വതങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി സഹായം എവിടെ നിന്ന് വരും? ഇപ്പോൾ ഈ സങ്കീർത്തകൻ ഒറ്റ ചോദ്യമാണ്, ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഇതൊരു അടുത്ത സെൻറ്റൻസ് പറയുവാണ്, എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും എന്ന് പറഞ്ഞാൽ അവന് ചോദ്യവുമുണ്ട് ഉത്തരവുമുണ്ട്. അവനറിയാം പർവ്വതങ്ങളെക്കാൾ ശക്തി, പർവ്വതങ്ങൾ എൻ്റെ കൺമുമ്പിൽ പർവ്വതം എനിക്കൊരു വലുതാണ്, ഒത്തിരി വലുതാണ്, ശക്തിയുള്ളതാണ്, മാറ്റമില്ലാത്തതാണ്. ആ മാറ്റമില്ലാത്ത പർവ്വതത്തിലേക്ക് നോക്കിയിട്ട് ഞാൻ പറയുവാണ്, ഇതിനേക്കാൾ വലിയ ഒരു ശക്തി, ഇതിൽ നിന്നേക്കാൾ വലുതായ എൻ്റെ കർത്താവിൽ നിന്ന് എനിക്ക് വരും. ചോദ്യവും ഉത്തരവുമുള്ള ഒരു വ്യക്തിയെ നമ്മളിവിടെ കാണും. വലിയ ദൃഢമായ വിശ്വാസത്തോടെയാണ് സങ്കീർത്തകൻ ഇത് പറയുക, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ സൃഷ്ടികൾ എപ്പോഴും സൃഷ്ടാവിനെ പ്രതിഫലിപ്പിക്കും. ഇതുപോലൊരു പർവ്വതത്തെ സൃഷ്ടിച്ച കർത്താവ് അതിനേക്കാൾ വലിയവനാണ്. മലനിരകൾ മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. താഴേക്ക് നോക്കിയാൽ നമ്മളൊക്കെ പലപ്പോഴും താന്നു പോകും. നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ താന്നു പോകും. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഞാൻ നോക്കണം മുകളിലേക്ക്, കണ്ണുകൾ ഉയർത്തി നിൽക്കുന്ന കർത്താവിനെ ഞാൻ നോക്കാൻ തുടങ്ങണം. അപ്പോൾ നമ്മുടെ ഫോക്കസ് പ്രശ്നങ്ങളിൽ താഴേക്ക് നോക്കുക. അപ്പോൾ നമുക്ക് തെറ്റായ ഡയറക്ഷൻസ് വരാൻ തുടങ്ങും.
എപ്പോഴും കർത്താവിലേക്ക് നോക്കണം. ഇവിടെ ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുമ്പോൾ എനിക്കറിയാം ഒരു വ്യക്തി ഇപ്പോൾ ആരോടും തന്നെ ഇപ്പോൾ ഒത്തിരി പേർക്ക് പ്രാർത്ഥിച്ച് മെസ്സേജോ കിട്ടുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇന്ന് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചു, നല്ല പ്രാർത്ഥന നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ആ ആളോട് കൂടി ഒന്ന് സജഷൻ ചോദിച്ചുകൂടെ, കർത്താവ് എന്താണ് പറയുന്നതെന്ന് ചോദിച്ചുകൂടെ? അപ്പോൾ എന്നോട് പറയുവാണ്, എൻ്റെ ഈശോ എന്നോട് സംസാരിക്കുക, എൻ്റെ മനസ്സിൽ തരുന്ന പ്രേരണ അത് മതി, എനിക്കത് മതി. ഞാൻ അവരിലേക്ക് നോക്കി ചിലപ്പോൾ ഡയറക്ഷൻസ് മാറിപ്പോകാം, ചിലർ പറയുന്ന ഡയറക്ഷൻസ് മാറിപ്പോകും. ഞാൻ എൻ്റെ ഈശോയുമായി അഗാധമായൊരു ബന്ധമുണ്ടെങ്കിൽ ഈശോ എനിക്കത് പറഞ്ഞ് വെളിപ്പെടുത്തി തരും. അപ്പോൾ ആ വ്യക്തി പറഞ്ഞൊരു ഉറപ്പാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരും. അപ്പോൾ നമ്മൾ താഴേക്ക് നോക്കരുത്, സൈഡ് വശങ്ങളിലേക്ക് വല്ല നോക്കേണ്ടത്, മറിച്ച് കർത്താവിലേക്ക് ശ്രദ്ധ മുഴുവൻ ഈശോയിലേക്ക് കേന്ദ്രീകരിക്കുക. അപ്പോൾ പർവ്വതങ്ങൾ അതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുക, അവരെപ്പോഴും മുകളിലേക്ക് ഉയർന്നു നിൽക്കുക, മുകളിലേക്ക് സൃഷ്ടിച്ച സൃഷ്ടാവിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു പർവ്വതത്തെ പോലെ നിന്നെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച കർത്താവ് ഈ ഭൂമിയിൽ വിട്ടെങ്കിൽ നിൻ്റെ കണ്ണുകൾ എപ്പോഴും സ്വർഗത്തിലായിരിക്കണം, എപ്പോഴും സ്വർഗത്തോട് ചേർന്ന് നിൽക്കണം നിൻ്റെ ജീവിതം. ജെറുസലേമിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം നോക്കി ഇപ്പം ജനത ധ്യാനിക്കാറുണ്ട്. ജെറുസലേമിലുള്ള അന്ന് അറിയാം, പഴയ നിയമ കാലഘട്ടത്തിൽ ജെറുസലേമിലാണ് കർത്താവിൻ്റെ സാന്നിധ്യമെന്നാണ് ജനത പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ അവരെപ്പോഴും ജെറുസലേമിലേക്ക് നോക്കും. ആ ജെറുസലേമിലേക്ക് നോക്കി, പർവ്വതങ്ങളെ ചുറ്റപ്പെടുന്ന ജെറുസലേമിലേക്ക് നോക്കി ദൈവസാന്നിധ്യം ധ്യാനിക്കുന്ന ഒരു ജനതയെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. അവരപ്പോൾ അങ്ങനെ ധ്യാനിച്ചു പ്രാർത്ഥിക്കും, ജെറുസലേമിലേക്ക് നോക്കി ധ്യാനിച്ചു പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 90:2 നമ്മളത് കാണും. ജെറുസലേം ജനത നോക്കി ധ്യാനിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു വെക്കുമ്പോൾ ദൈവ സാന്നിധ്യമാണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞു വെക്കുകയാണ്. പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുമ്പ്, ഭൂമിയെ ലോകവും അങ്ങ് നിർമ്മിക്കുന്നതിന് മുമ്പ്, അങ്ങ് അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. ഈ പർവ്വതങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കർത്താവുണ്ട്. അപ്പോൾ ആ കർത്താവിനെ നോക്കി ഞാൻ ധ്യാനിക്കണം എന്നാണ് പറയുക. രണ്ടാമത്തെ കാര്യം, എൻ്റെ സഹായം വരുന്നത്, ഞാൻ കർത്താവിലേക്ക് നോക്കി നിൽക്കുമ്പോൾ എൻ്റെ സഹായം വരിക ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നവൻ്റെ പക്കൽ നിന്ന് എനിക്ക് സഹായം വരും. 3 തവണ കർത്താവാണ് ആകാശഭൂമി സൃഷ്ടിച്ചതെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സങ്കീർത്തനം 121:2, 134:8, 124:8 ഒക്കെ നമ്മൾ കാണും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് കർത്താവാണ് എന്ന്. 134:4 വചനം പറഞ്ഞു വയ്ക്കുകയാണ്. 34:4 വചനം പറയുന്നുണ്ട്, കർത്താവാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്, സഹായവും അനുഗ്രഹവും കർത്താവിൽ നിന്ന് മാത്രമാണ് വരിക. എൻ്റെ സഹായം എൻ്റെ കർത്താവിൽ നിന്ന് വരും, അനുഗ്രഹം വരുന്നതും എൻ്റെ കർത്താവിൽ നിന്ന്. സഹായവും അനുഗ്രഹവുമാണ് ഈ 121-ലും 124-ലും ഒക്കെ നമ്മൾ കാണുക. കർത്താവ് സൃഷ്ടാവായി മാത്രമല്ല, സൃഷ്ടികളുടെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സഹായം ഈശോയുടെ പക്കലാണ്. അപ്പോൾ ഇത് സൃഷ്ടികളായ എല്ലാവരുടെയും കാര്യം ശ്രദ്ധിക്കുമെന്ന് പറയുമ്പോൾ ഓർക്കുവാണ്, ഒരു വൈദികൻ തൻ്റെ ശുശ്രൂഷയുടെ പദകളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിഷപ്പ് അദ്ദേഹത്തെ കാണാൻ വന്നിട്ട് പറഞ്ഞു, നിനക്ക് നല്ല കഴിവുണ്ട്, നിനക്ക് നല്ല പ്രാവീണ്യമുണ്ട്, അപ്പോൾ നീ ഇവിടെ ചെറുതായിട്ടിരുന്നാൽ പോലെ ഒരു വലിയ കാര്യം നിന്നെ ഏൽപ്പിക്കാൻ പോകുന്നത്, നിനക്കൊരു സ്ഥലമാറ്റം തരാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ഓർക്കുകയാണ്, എനിക്കൊരു വലിയ സ്ഥാനത്ത് ചുമതല ഏറ്റെടുത്താൽ ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കില്ല. അപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ വലിയ സങ്കടമായിട്ട് അദ്ദേഹം ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ പോയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ആകാശത്തേക്ക് നോക്കിയിരുന്നെങ്കിൽ പ്രാർത്ഥിക്കുകയാണ് വൈകുന്നേരം, മനസ്സ് വിഷമിച്ച്. പിതാവ് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നോ പറയാൻ പറ്റില്ല. അങ്ങനെ ഇരുന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു വചനം വരുവാണ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എനിക്ക് സഹായം എവിടെ നിന്ന് ചോദിച്ചാൽ അദ്ദേഹം ആരെന്നെ സഹായിക്കും, ആരെനിക്ക് റെക്കമെൻഡ് ചെയ്യും, എനിക്ക് ഇഷ്ടമില്ല, ആരോട് ഞാൻ പറയും ഇത് ചോദിക്കുമ്പോൾ ആകാശഭൂമി സൃഷ്ടിച്ച കർത്താവിന്. അപ്പോൾ തന്നെ അദ്ദേഹം ഇറങ്ങി വന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ കാണുകയാണ് 121 സങ്കീർത്തനം. അദ്ദേഹം പെട്ടെന്ന് എടുത്ത് ആവർത്തിച്ച് ഒരു ദിവസം ഒരു 100 തവണയെങ്കിലും വായിച്ചെന്നാണ് അദ്ദേഹം പങ്കുവയ്ക്കുക. അങ്ങനെ വായിച്ച് പിന്നെ 1.5 മാസക്കാലം അദ്ദേഹം ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയുടെ ദിവസമാണ്. അദ്ദേഹത്തിന് ഈശോ ഒരു വലിയ കോള് കൊടുക്കുകയാണ്. പിതാവ് വന്നിട്ട് പറയുകയാണ്, മാറണ്ട, നീ വചനവേദിയെ തന്നെ തുടരുന്നോളാനായിട്ട് അന്ന് വന്ന് പറയുകയാണ്. ഒരു വ്യക്തി അയക്കുകയാണ്, വലിയൊരു വചനപ്രഘോഷകനെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് അയക്കുന്നു. ഇദ്ദേഹം ആ മനുഷ്യനുമായി കണ്ടുമുട്ടി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, എൻ്റെ ടീമിലേക്ക് നീ വാ, നമുക്ക് വചനം പങ്കുവയ്ക്കാൻ അവസരങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സങ്ങ് വിടർന്നൊക്കെ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ വചനം എൻ്റെ ലൈഫ് പാർട്ടാണ്. ഈ വചനം 121 സങ്കീർത്തനം, ആകാശം ഭൂമി സൃഷ്ടിച്ച കർത്താവിന് തന്നെ എനിക്ക് സഹായം വന്നു, ഞാനത് കണ്ടതാണ്, ഞാനത് അനുഭവിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ താളുകളിൽ നിന്ന് എഴുതി വെച്ചതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ താളുകളിലും അതേ അനുഭവങ്ങൾ കടന്നു വരും. ഈ വചനം നമ്മൾ ആവർത്തിച്ച് ഈ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കണം. ചില പിള്ളേരുടെ ധ്യാനമൊക്കെ നടക്കുന്ന സമയത്ത് ഈ വചനം ആവർത്തിച്ച് പറയാറുണ്ട്. 121 സങ്കീർത്തനം കുഞ്ഞുങ്ങളെ കൊണ്ട് ആവർത്തിച്ച് പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ പോലും പ്രാർത്ഥനയിലേക്ക് വരുന്ന, ധ്യാനത്തിന് മുകളിലേക്ക് വരുന്നതൊക്കെ പലപ്പോഴും ഞാൻ കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ ഈ സങ്കീർത്തനം
ദൈവത്തിൻ്റെ സഹായമാണ്. അപ്പം നമുക്കൊരു വിധത്തിൽ ഈ കുഞ്ഞുങ്ങളൊന്നും മെരുക്കിയെടുക്കാൻ പറ്റില്ല, ഇവരെ ധ്യാനത്തിൻ്റെ ഒരു അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ സഹായം ഇവിടെ ഉണ്ട്, ആകാശം ഭൂമി സൃഷ്ടിച്ച കർത്താവിൻ്റെ സഹായം ഇവിടെയുണ്ട്. ആ ഒരു സഹായത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇനി ഈ സങ്കീർത്തനം 3-ാമത്തെ കാര്യം പറഞ്ഞു വെക്കുക, ഇസ്രായേലിൻ്റെ ദൈവമാണ് നിൻ്റെ സംരക്ഷണം. അതാണ് 3-ാമത്തെ വചനം. നിൻ്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തോന്നുകയില്ല. ഇസ്രായേലിലെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല. നിൻ്റെ കാല് വഴുതാൻ അവിടുന്ന് സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിലെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല. അപ്പോൾ നമ്മുടെ ദൈവം ഉറങ്ങില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണും, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും, അവിടെ ഏലിയ പ്രവാചകൻ ബാലിൻ്റെ 400ഓളം പുരോഹിതന്മാരെയും കൊണ്ടുവന്ന് നിർത്തിയിട്ട് മഴ പെയ്യാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ബലിവീടൊക്കെ പണിതുയർത്തിയിട്ട് ബലിവസ്തുക്കൾ അടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പറയും, നിങ്ങൾ രാവിലെ തൊട്ട് ഉച്ചവരെ നിങ്ങളുടെ ബാൽ ദൈവത്തെ വിളിച്ചുണർത്തും, ഉറക്കെ ഉറഞ്ഞതുള്ളു, ചിലപ്പോൾ നിങ്ങളുടെ ദൈവം ഉറങ്ങുകയായിരിക്കും. നമ്മുടെ കർത്താവ് ഒരിക്കലും മയങ്ങില്ല. നമ്മുടെ വചനം രേഖപ്പെടുത്തിയിരിക്കുക. ആ ബാൽ ദൈവം ഉറങ്ങുകയാണെന്ന് പറഞ്ഞ് ഏലിയ അവരെ കളിയാക്കുന്ന ഒരു വചനഭാഗം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. എന്നാൽ ഇവിടെ പറയുവാണ്, നിന്റെ കാൽ വഴുതാനോട് സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല. അപ്പോൾ ദൈവം നിന്റെ സംരക്ഷകനാണ്. അവൻ നിന്നെ എല്ലാ അപകടങ്ങളിൽ നിന്നും നിന്നെ കാത്തുകൊള്ളും. നിന്റെ കൂടെ കർത്താവ് ഇറങ്ങി നിൽക്കും. നിന്റെ ജീവിതത്തെ ഈശോ അനുഗ്രഹിക്കും, നിന്റെ ഒപ്പം ഉണ്ടാകും. കർത്താവിൻ്റെ വചനത്തിൽ നിന്റെ ജീവിതം പണിതുയർത്തിയാൽ അത് ഉറപ്പുള്ള പാതയായി മാറുമെന്നാണ് വചനം പറയുന്നത്. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങില്ല മയങ്ങില്ല, നിന്റെ ഒപ്പമുണ്ട്. അങ്ങനെ വചനം പറഞ്ഞിട്ട് പറയുവാണ്, ഈ സങ്കീർത്തനം 37-ന്റെ 23-24 വചനങ്ങളിൽ നമ്മൾ കാണും, മനുഷ്യൻ്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി ചലിക്കുന്നവൻ അവിടെ സുസ്ഥിരനാക്കും. അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കില്ല, കാരണം കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഈ 125-ാം സങ്കീർത്തനം 3-4 പറയാണ്, കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിന്റെ കാല് വഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നു ഉറങ്ങില്ല. അത് തന്നെയാണ് സങ്കീർത്തനം 37, 23, 24 പറയുക, അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കില്ല, കാരണം കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അനുഭവത്തിലേക്കാണ് ഞാനും നിങ്ങളും വരേണ്ടത്. കർത്താവിൻ്റെ വചനം നമ്മുടെ കൈകളിൽ ഇപ്പോഴും ഉണ്ടാകണം. ഒരിക്കലും നമ്മുടെ തമ്പുരാൻ ഉറക്കം തൂങ്ങി വീഴുന്ന ഒരു വ്യക്തിയല്ല, നമ്മുടെ കാര്യത്തിൽ എപ്പോഴും ഉള്ളവൻ. അവൻ നമ്മുടെ കൂടെ എപ്പോഴും ഒപ്പം നടക്കുന്ന ഒരു കർത്താവിനെ നമ്മൾ കാണും. കർത്താവെ എൻ്റെ ഒപ്പം നടക്കണമേ എന്ന് പറയുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ കാണുക. സങ്കീർത്തനം 16-ാമത്തെ അധ്യായം 8-ാമത്തെ വചനത്തിൽ നമ്മളത് കാണുന്നുണ്ട്. സങ്കീർത്തനം 16-8, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. നമുക്ക് നമ്മൾ പതറേണ്ട കാര്യമില്ല, കർത്താവ് നമ്മുടെ ഒപ്പമുണ്ട്. 4-ാമത്തെ കാര്യം, അവൻ നമ്മളെ എല്ലാ അവസ്ഥയിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും കർത്താവ് നമ്മളെ സംരക്ഷിക്കും. എല്ലാ ഹാംഫുള്ളായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ട് നിറഞ്ഞ അവസ്ഥയിൽ നിന്നും കർത്താവ് നമ്മളെ സംരക്ഷിക്കും. അതുകൊണ്ടാണ് 91-ാം സങ്കീർത്തനത്തിൽ നമ്മൾ പറയും, അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. കർത്താവിൻ്റെ വലിയ സംരക്ഷണം നമ്മുടെ ജീവിതത്തിലുണ്ട്. 91-ാം സങ്കീർത്തനത്തിൽ 5ഉം 6ഉം വചനം പറഞ്ഞിരിക്കുക, രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട, കാരണം കർത്താവ് നിന്റെ കാവൽക്കാരനാണ്, നിനക്ക് തണലേകാൻ അവിടെ നിന്റെ കൂടെയുണ്ട്. ഇപ്പോൾ ഈ വചനം പറയുമ്പോൾ ഈ ജെറുസലേമിലേക്ക് യഹൂദ ജനത യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതാണ് പകൽ നിനക്ക് സൂര്യൻ നിനക്ക് ഇതേക്കില്ല, ചന്ദ്രൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് അടുത്ത വചനം 6-ാമത്തെ വചനത്തിൽ ഇതാണ് പറയുക, പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. അത് വചനം പറയുന്നത് എങ്ങനെയാണ്, ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യഹൂദ ജനത 1-ാമത്തെ കാര്യം സൺസ്ട്രോക്കാണ്. അപ്പോൾ എക്സ്ട്രീം ചേഞ്ചസ് വരും ക്ലൈമറ്റിന്, രാവിലെയും വൈകുന്നേരം എല്ലാം ഭയങ്കര എക്സ്ട്രീം ചേഞ്ചസ് വരുന്ന സമയത്ത് കർത്താവ് പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിനക്ക് തണലായിട്ട് നിനക്കുണ്ട്, നിൻ്റെ കാവൽക്കാരൻ ഉറങ്ങില്ല മയങ്ങില്ല, അതുകൊണ്ട് നിനക്കൊന്നും സംഭവിക്കില്ല. മൃഗങ്ങൾ രാത്രിയിൽ വന്നവരെ ഉപദ്രവിച്ചേക്കാം, അതുകൊണ്ട് കർത്താവ് പറയുന്നത് രാത്രിയിൽ മൃഗങ്ങൾ വന്നാൽ നിന്നെ ഉപദ്രവിക്കില്ല, രാത്രി ചന്ദ്രൻ നിന്നെ ഒന്നും ചെയ്യില്ല, കർത്താവ് നിൻ്റെ കൂടെയുണ്ടാകും, കർത്താവ് നിൻ്റെ ഒപ്പം ഉണ്ടാകും, ആരും നിന്നെ ഉപദ്രവിക്കില്ല. അത്രയും ശക്തമായൊരു പ്രൊട്ടക്ഷൻ ഈശോ ഡേയിലും നൈറ്റിലും തരും. രാത്രിയിലും പകലും ഈശോ നമുക്ക് സംരക്ഷണം തന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഉറക്കത്തിലും കർത്താവ് നമ്മുടെ കൂടെ വരും. ചില വ്യക്തികൾക്ക് ഉറങ്ങാനൊന്നും പറ്റാത്ത അവസ്ഥകളുണ്ടാകും. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, ഉറങ്ങാൻ പോയി കിടക്കുമ്പോൾ ബൈബിൾ അടുത്ത് വെച്ച് കിടന്നുറങ്ങും. സുഗമമായി ഉറങ്ങിയ വ്യക്തികളെ എനിക്കറിയാം. ഒരു പെൺകുട്ടി PG പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉറക്കമില്ലാത്തൊരവസ്ഥയാണ്, ജോലിക്ക് എന്നിട്ട് ടെൻഷൻ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല.
അപ്പോൾ പറഞ്ഞു എന്താ എനിക്ക് പറ്റിയെന്ന് അറിയത്തില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കര സങ്കടത്തോടെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, ബൈബിൾ എടുത്ത് അടുത്ത് വെച്ചിട്ട് ബൈബിളിൽ ഇങ്ങനെ കൈ വെച്ച് ചേർത്ത് വെച്ച് കിടന്നുറങ്ങിക്കോ, നിനക്ക് ഇന്നും നല്ല ഉറക്കം കിട്ടും, കർത്താവ് നിൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടി പിറ്റേ ദിവസം മെസ്സേജ് അയക്കും, സിസ്റ്റർ ഞാൻ നല്ല സൂപ്പറായിട്ട് ഉറങ്ങി. അപ്പം പ്രിയപ്പെട്ടവരെ, അത് സിസ്റ്റർ പറഞ്ഞതിൻ്റെ കാര്യമല്ല, ഈശോ അവളുടെ അടുത്തോട്ട് ചെന്നിട്ട് ഈശോ അവളെ സഹായിച്ചു, അവളുടെ കൂടെ ഉണ്ടാവും. ഇനി മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ, ഈശോ എല്ലാ അപകടങ്ങളിൽ നിന്നും നിന്നെ സംരക്ഷിക്കുകയാണ്. അതായത് നിനക്കൊരു വലിയ വാഗ്ദാനം തരാൻ പോവുകയാണ്. എട്ടാമത്തെ വചനത്തിൽ പറയും, 7 വിട്ട് വചനങ്ങളിൽ, സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും, അവിടെ നിന്റെ ജീവൻ സംരക്ഷിക്കും, കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും, കർത്താവ് നിന്റെ ജീവനെ സംരക്ഷിക്കും, കർത്താവ് എന്താണ് നിനക്ക് ചെയ്യാൻ പോകുന്നത്, നിനക്ക് ഈശോ എന്ത് ചെയ്തു തരും, അതാണ് 7 വിട്ടും വചനങ്ങൾ കാണുക. എല്ലാ ഉപദ്രവത്തിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. എല്ലാ ആസ്പെക്റ്റും ഈശോ വായിച്ചിരിക്കുക. ഈശോ നിന്നെ അറിയുകയാണ്, നിന്നെ മനസ്സിലാക്കുകയാണ്, ഈശോ നിൻ്റെ കൂടെ നിൽക്കുകയാണ്, നിന്നെ എല്ലാ തിന്മകളിൽ നിന്നും കാത്തു സംരക്ഷിക്കും. അതിന് ഈശോ നമ്മളൊരു പ്രാർത്ഥന പഠിപ്പിച്ചു. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, കർത്താവെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം, യോഹന്നാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഈശോ പറയും, കർത്താവ് എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും തിന്മയിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണം. സ്വർഗ്ഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്, കർത്താവെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണം. ഈശോയ്ക്കറിയാം മക്കളെ സംരക്ഷിക്കാൻ അപ്പൻ കൈനീട്ടും, എൻ്റെ പിതാവ് കൈനീട്ടിയിരിക്കും. ആ ഒരു ഉറപ്പ് കർത്താവ് ശിഷ്യരോട് പറഞ്ഞു കൊടുക്കുകയാണ്. തിന്മയിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളും. പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നല്ല കർത്താവ് പറഞ്ഞത്, പ്രശ്നങ്ങളിൽ അവിടുന്ന് നമ്മെ കാത്തുകൊള്ളും. ഒന്നിനും നമ്മെ വേർപ്പെടുത്താൻ പറ്റില്ല. റോമ 8:31 പറയും, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും, ആര് നമ്മുടെ കൂടെ നിൽക്കും. എന്തൊക്കെ ഉണ്ടായാലും, എന്തൊക്കെ ട്രാൻസിഷൻസ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ മേഖലകളിലും എന്തൊക്കെ മാറ്റിമറിച്ചിലുകളും എന്തൊക്കെ പ്രശ്നങ്ങളും എന്തൊക്കെ ബുദ്ധിമുട്ടുകളും കടന്നു വന്നാലും ഈശോ നമ്മളെ പിരിയില്ല. ഈശോ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മളെ സംരക്ഷിക്കുന്നത് കൊണ്ട് നമ്മളോട് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഒട്ടും ഭാരപ്പെടേണ്ട കാര്യമില്ല എന്ന് കർത്താവ് പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ ഈശോ എന്തുകൊണ്ട് അങ്ങനെ ഭാരപ്പെടുന്നത്? നമ്മൾ ഒന്നാമത്തെ കാര്യം ചിന്തിക്കണം, ഈശോ എൻ്റെ സൃഷ്ടാവായതുകൊണ്ട്, ഈശോ എൻ്റെ സംരക്ഷകനായതുകൊണ്ട്, ഈശോ എൻ്റെ നിത്യസഹായകനായതുകൊണ്ട്. 3 കാര്യങ്ങൾ മനസ്സിൽ ചേർത്ത് വയ്ക്കണം. ഈശോ എൻ്റെ സൃഷ്ടാവാണ്, എൻ്റെ സൃഷ്ടാവായ ദൈവമാണ് അവിടുന്ന് എൻ്റെ സംരക്ഷകനാണ്, അവിടുന്ന് എൻ്റെ നിത്യസഹായകനാണ്, അവിടുന്ന് എൻ്റെ ശക്തിയാണ്, എൻ്റെ ജീവിതത്തിലെ ശക്തിയാണ്, താങ്ങാണ്, എല്ലാ എനിമികളിൽ നിന്നും എന്നെ സംരക്ഷിക്കുന്ന വ്യക്തിയാണ്, എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ കാത്തുകൊള്ളുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ കടന്നു പോകുമ്പോൾ ഇപ്പം എനിക്കൊരു ഈവിൾ പ്രസൻസ് ഉണ്ടെങ്കിൽ ഈവിൾ പ്രസൻസിനെ പോലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അതെല്ലാം മാറിപ്പോവുകയാണ്. എല്ലാ പൈശാചിക ശക്തികളും എന്നെ വിട്ടുപോകുന്നൊരവസ്ഥയിലേക്ക് എനിക്ക് കടന്നു വരാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, നീ എൻ്റെ കൂടെ നിൽക്കണം, എനിക്ക് സഹായം എൻ്റെ കർത്താവിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് അതാ ഇല്ലാത്തത്. നമ്മുടെ മനസ്സിൽ കർത്താവ് എനിക്ക് ശക്തി തരും എന്നൊരു ചിന്തയൊന്നും പലപ്പോഴും നമുക്ക് പോകില്ല. നമ്മൾ മനസ്സുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞാലും ചില സമയങ്ങളിൽ ഇങ്ങനെ വെന്തുരുകുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനൊരു വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ മനസ്സ് വിഷമിച്ചിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ അല്പനേരം നമുക്ക് സംസാരിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാനൊരു പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അമ്മയില്ല, ആങ്ങളയില്ല, എല്ലാവരും മരിച്ചുപോയി. ഈ പുള്ളിക്കാരത്തി തന്നെ ഉള്ളൂ. കുടുംബജീവിതം അങ്ങനെ അത്ര സന്തോഷമായിട്ട് പോകുന്നില്ല, ഭർത്താവിൻ്റെ കെയറൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാണ്. അപ്പോൾ ഞാൻ കാണുന്നത് ഈ വ്യക്തിയുടെ കയ്യിൽ ഈശോ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുക, ഭർത്താവ് ഇങ്ങനെ കയ്യിൽ മുറുകെ പിടിക്കും. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനാ സങ്കടപ്പെടുന്നത്, ഈശോ കൂടെ ഉണ്ടല്ലോ, ഈശോ മുറുകെ പിടിച്ചിരിക്കുക. പൊട്ടി അങ്ങ് കരയുവാണ് ഭയങ്കര വിഷമത്തോടെ. അതിന് എൻ്റെ ഒരു പിറ്റേ ദിവസം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും, ഈശോ എൻ്റെ കൈ പിടിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ, അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടം വരും, ഇത്രയും എൻ്റെ അടുത്ത് നിൽക്കുമോ ഈശോ, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ കർത്താവ് കൂടെ നിൽക്കും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം സംസാരിക്കുന്ന ഹസ്ബൻഡ് പിന്നെ സംസാരിക്കാതെയായി. അപ്പോൾ ജീവിതത്തിൽ വൈകുന്നേരങ്ങളിലൊക്കെ ആരും മിണ്ടാൻ പോലെ ഒത്തിരി അങ്ങ് ഏകാന്തത അനുഭവപ്പെട്ട് കരയുമ്പോൾ ഈ സഹോദരിയുടെ മനസ്സിലേക്ക് ഓടി വരികയാണ്, ഈശോ എൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്, ഈശോ എൻ്റെ കൂടെ നിൽപ്പുണ്ട്, ഈശോ എൻ്റെ ഒപ്പമുണ്ട്, എന്നെ സഹായിക്കും. അതാണ്, അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷ പോലും നഷ്ടപ്പെടുകയാണ്. ആരുമില്ലാത്തൊരവസ്ഥയിൽ നരകതുല്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സംസാരിക്കാൻ ആരുമില്ല, മനസ്സിലാക്കാൻ ആരുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സ് വീർപ്പ് മുട്ടുമ്പോൾ ഈശോ കൂടെ ഉണ്ടോ എന്ന് ആ ഒരു ബോധ്യമാണ് മക്കളെ നമുക്ക് വേണ്ടത്. ആ ഒരു ബോധ്യം ഇത് കുറവാണ് ഭയങ്കരമായിട്ടും. ഈശോയോട് ചോദിക്കണം, ഈശോയെ നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഈ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊക്കെയൊന്ന് എനിക്ക് അനുഭവിക്കാൻ ഒരു കൃപ തരണമേ, എന്നെ ശക്തിപ്പെടുത്തണേ. ചോദിച്ച ഈശോ തരും, ചോദിച്ച കർത്താവ് തരും. നമ്മൾ വേറെ ഒന്നുമല്ല ചോദിക്കുന്നത്, സമ്പത്തല്ല ചോദിക്കുന്നത്, സ്ഥാനമാനമല്ല ചോദിക്കുന്നത്, രോഗശാന്തികളല്ല, ഒന്നുമല്ല. ഒറ്റ കാര്യം, എൻ്റെ കൂടെ നീ ഉണ്ടെന്നൊരു അനുഭവം എനിക്ക് താ കർത്താവേ,
എന്നെ പഠിപ്പിക്കുക കർത്താവെ. അതിന് കണ്ണുനീരോടെ അത് പ്രാർത്ഥിച്ചാൽ ഈശോ തരും നമുക്ക്. അതാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ എനിക്ക് സഹായം വരും. സങ്കീർത്തകർ ഇങ്ങനെ ദൈവസന്നിധിയിലേക്ക് നോക്കി പറയുവാണ്, കർത്താവെ ഞാൻ എന്താ ചെയ്യുക? ഒരുപക്ഷെ ദാവീദിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഒത്തിരി സ്നേഹിച്ച ദാവീദിൻ്റെ പ്രിയ സ്നേഹിതനും സഹചാരിയുമൊക്കെയായ അബിമേലെക്ക് ദാവീദിനെ ഒറ്റക്കൊടുത്തു, ദാവീദിനെ വഞ്ചിച്ചു. അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട അബ്ശലോം ഒത്തിരി സ്നേഹിക്കുന്ന മകനാ. പക്ഷേ അബ്ശലോം ദാവീദിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറായി. അങ്ങനെ അവിടെ നിന്ന് നാട് കടത്തപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിൽക്കുമ്പോഴും ദാവീദ് ഒരിക്കൽ പോലും ഇവരെ ഒന്നും പഴി പറയുന്നില്ല, മറിച്ച് കർത്താവിലേക്ക് കൈകൾ നീട്ടുകയാണ്. അവിടെയൊക്കെ ഇരുന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുക, കർത്താവേ ആകാശം ഭൂമി സൃഷ്ടിച്ചത് നീയല്ലേ, എന്നെ സൃഷ്ടിച്ചത് നീയല്ലേ, നീ എന്നെ കാണുന്നില്ലേ, നീ എന്നെ സഹായിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശ്വാസം നമ്മുടെ തലമുറകൾക്കും മക്കൾക്കും നമ്മുടെ ദേശത്തിനും എല്ലാം വരണം. അല്ലെങ്കിൽ കർത്താവ് നമുക്കൊരു യന്ത്രം പോലെയായി മാറി, ചുമ്മാ ഒരു ദിനചര്യയുടെ ഒരു ഭാഗമായിട്ട് മാറി. നമുക്ക് ബൈബിൾ വായനയാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും കുർബാനയാണെങ്കിലും ദിനചര്യയുടെ ഭാഗമായി. ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കാത്തത് കൊണ്ട് ഈ ഒരു വേവറിങ് നമുക്ക് വരുന്നത്. എന്നെ നിങ്ങളെല്ലാം ഉൾപ്പെടുത്തിയേ പറയുക. നമ്മൾ പറയും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. അങ്ങനെ പറഞ്ഞു വെക്കുമ്പോഴും ആ ഒന്നാം സ്ഥാനത്തിൻ്റെ ഒരു അറ്റത്ത് പോലും എത്തിയിട്ടില്ല. പലപ്പോഴും നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരും മറ്റു പല കാര്യങ്ങൾക്കും ഒന്നാം സ്ഥാനം വരുമ്പോഴേക്കും ഈ കാവൽക്കാരൻ്റെ സാന്നിധ്യം നമുക്ക് കിട്ടില്ല. അപ്പം നമ്മൾ പറയും കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് മാറ്റേണ്ടത്. എൻ്റെ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ഈശോയെ, നീ എനിക്ക് എല്ലാമാണ്, നീ എനിക്ക് എല്ലാമാണ്, നീ എൻ്റെ ഒപ്പമാണ്, എൻ്റെ കൂടെ നീയുണ്ട്. ഈ ഒരു വലിയ അനുഭവം നമുക്ക് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. കർത്താവിൻ്റെ ആ സാന്നിധ്യം നമുക്ക് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണും ഇറങ്ങി വരുന്ന ഒരു കർത്താവിനെ കുറിച്ച്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ കൂടി ഇറങ്ങി വരും. പഴയ നിയമ കാലഘട്ടത്തിൽ കർത്താവ് അവരെ നയിക്കുമ്പം അവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ്. ജനതയെ നയിച്ചു കൊണ്ടുപോകുമ്പോൾ പകൽ മേഘസ്തംഭത്തിൽ, രാത്രി അഗ്നിസ്തംഭത്തിലൊക്കെ കർത്താവ് അവരുടെ കൂടെ ഇറങ്ങി നടക്കുന്നത് നമ്മൾ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഇറങ്ങി നടക്കണം. നമ്മൾ രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 8-ാമത്തെ അധ്യായം 22 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുകയാണ്. സോളമൻ്റെ ഒരു വലിയ പ്രാർത്ഥനയുണ്ട്. സോളമൻ്റെ പ്രാർത്ഥനയാണ് അവിടെ എഴുതി വെച്ചിരിക്കുക. സോളമൻ കർത്താവിനെ ബലിപീഠത്തിന് മുമ്പിൽ ഇസ്രായേലിൻ്റെ സന്നിധിയിൽ ഉന്നതങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുന്ന ദാസന്മാരുടെ ഉടമ്പടി പാലിക്കുകയും അനന്ത സ്നേഹം അവരുടെ മേൽ ചൊരിയുകയും അങ്ങയെപ്പോലെ ആകാശത്തിലും ഭൂമിയിലും വേറൊരു ദൈവമില്ലെന്നും ഞാൻ അറിയുന്നു. എൻ്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. കർത്താവെ, അവിടുന്ന് എനിക്ക് വേണ്ടി ഇന്ന് ഭയങ്കരമായ പ്രാർത്ഥനകളെല്ലാം നടത്തിയിട്ട് പറയുകയാണ്, കർത്താവെ നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അനുസ്മരണമാണ് പ്രിയപ്പെട്ടവരെ. അപ്പം നമുക്കിപ്പോൾ കർത്താവ് കൂടെയില്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈശോ പഴയ കാലങ്ങളിൽ പൂർവ്വപിതാക്കന്മാർ വഴിയൊക്കെ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു വന്നപ്പോൾ ഈശോ ചെയ്ത കാര്യങ്ങളെല്ലാം പുറകോട്ട് ചിന്തിക്കണം. പുറകോട്ട് ചിന്തിച്ച് ഒരു വിശ്വാസത്തിലേക്ക് വളരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മൾ ഇപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആരുമില്ലാത്തൊരവസ്ഥയിൽ സങ്കടപ്പെട്ട് ഭാരപ്പെട്ട് നമ്മൾ ജീവിക്കുക. സമാധാനമില്ലാത്ത അവസ്ഥ, വേദനിക്കുന്ന അവസ്ഥ, നീറുന്ന നൊമ്പരങ്ങളുടെ അവസ്ഥകൾ, കർത്താവെ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണം, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തിൽ വസിക്കും. ആ ഒരു അനുഭവമാണ് 121-ാം സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത്. പകൽ സൂര്യനില്ല, രാത്രി ചന്ദ്രൻ ആരും നമ്മളെ ഉപദ്രവിക്കില്ല. കർത്താവ് മാത്രമേ നമ്മളെ സഹായിക്കും. എല്ലാ തിന്മകളിൽ നിന്നും ഈശോ നമ്മളെ സഹായിക്കും. കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ. 121-ാം സങ്കീർത്തനം 5-ാം വചനം ആവർത്തിച്ച് വായിക്കണം. വചനം ഇതാണ്: കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലതുഭാഗത്തുണ്ട്. ഒന്ന് പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ നടുവിലൊന്ന് പറഞ്ഞു നോക്കിക്കേ. കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ, എനിക്ക് തണലേകാൻ അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇടപെടാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരു വ്യക്തിയോട് ഞാനിങ്ങനെ യാത്രയിൽ പോകുന്ന സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങളൊന്ന് സംസാരിച്ചപ്പോൾ നമുക്കൊന്ന് പറഞ്ഞാലോ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, കർത്താവ് നമ്മളെ സഹായിക്കും, നമുക്ക് പറഞ്ഞു നോക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് രാത്രിയിലാണ് യാത്ര ചെയ്യുന്നത്. വളരെ വലിയൊരു പ്രതിസന്ധിയിൽ ചെന്ന് പെട്ട് കഴിഞ്ഞപ്പോഴേക്കും വണ്ടി മുന്നോട്ട് പോകുന്നില്ല, രാത്രിയായി. അവിടെ ചെന്ന് വഴി ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല, വണ്ടി കേടാൻ നിൽക്കുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരോട് ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത്ഭുതകരമായിട്ട് കർത്താവ് ഒരു ദൈവദൂതനെ പോലെ ഒരു കുടുംബത്തെ അയച്ച് ഞങ്ങളെ രക്ഷിച്ച അനുഭവങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പം കർത്താവാണ് കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലതുഭാഗത്തുണ്ട്. സത്യമാണ് പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ കാവൽക്കാരനാണ്. നമുക്ക് തണലേകാൻ വേണ്ടി കൂടെ നിൽക്കുന്ന ഒരു ഈശോയാണ് അത്. ആ തമ്പുരാനെ സ്നേഹിച്ച് അനുഭവിച്ച് സ്വന്തമാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൃപകൾ നിറയപ്പെടുക. നമുക്ക് ഈ ഒരു വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കുട്ടിപ്പിടിച്ച്, കർത്താവേ നീ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമാണല്ലോ ഈശോയെ,
എൻ്റെ കാവൽക്കാരനാണ് കർത്താവെ. നീ എൻ്റെ ഒപ്പമുണ്ടെന്ന് എനിക്കറിയാം. എല്ലാ തിന്മകളിൽ നീ എന്നെ കാത്തു സംരക്ഷിക്കുമെന്നും എനിക്കറിയാം. എൻ്റെ സഹായഹസ്തമായി നീ എൻ്റെ ഒപ്പമുണ്ടെന്നുള്ള വലിയ വിശ്വാസവും പ്രതീക്ഷയുമൊക്കെ എനിക്ക് തന്ന് ഈ സങ്കീർത്തകൻ്റെ അതേ അനുഭവത്തോടെ ഈശോയെ, ആരെങ്കിലും ഇപ്പോൾ ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികളിൽ എവിടെയെങ്കിലുമൊക്കെ സഹായമില്ലാതെ ഞെരുങ്ങുന്നുണ്ടെങ്കിൽ നീ ഈ വചനത്തിൻ്റെ ശക്തിയാൽ അവരെ എല്ലാം സഹായിക്കണം കർത്താവെ. നട്ടുച്ച നേരത്ത് നീ സമറിയാക്കാരിയൊക്കെ തേടി ചെന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് സഹായമായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ സ്തുതിയും ആരാധനയും മഹത്വവും നിനക്ക് നിത്യം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.